നിന്റെ അച്ഛനെ അമ്മേനെ നെഞ്ചു പൊട്ടി കരയിപ്പിക്കരുത്. സൂയിസൈഡ് പോലും ഉണ്ടായിട്ടുണ്ട്. +2 എന്ത് ചെയ്തിട്ടാണെങ്കിലും നീ A+ മേടിക്കണം. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്ക്. നിന്റെ ആഗ്രഹമായ ഫുൾ A+ന് വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യണം. നിനക്കത് കിട്ടാൻ അർഹതയുള്ളതുകൊണ്ടാണ് ഇപ്പം നീ ഈ വീഡിയോ കാണുന്നത്. എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും അങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നതിൽ നിന്ന് തലനാരി അഴിക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്ക് അന്ന് 8 കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഞാൻ നരകിച്ച പോലെ നീ നരകിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഈ വീഡിയോയിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നിന്റെ ലൈഫ് മാറ്റും. എങ്ങനെ? നിന്റെ A+ഉം ജീവിതവും വരെ തൊലയ്ക്കുന്ന പേരൻസ് തരുന്ന ഇൻസൈൻ പ്രഷർ ആൻഡ് ഡീമോട്ടിവേഷൻ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശല്യപ്പെടുത്തി നിന്റെ A+ തൊലയ്ക്കുന്ന ഡിസ്റ്റർബൻസുകൾ, പേരൻസ് നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നത്, പിന്നെ ഏത് ബാഡ് സാഹചര്യത്തിലും അൺലിമിറ്റഡ് മോട്ടിവേഷന് വേണ്ടിയുള്ള സൈക്കോളജിക്കൽ ഹാക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരു സീക്രട്ട് വലിയ കാര്യവും ഈ വീഡിയോയിൽ ഇന്ന് വരാൻ പോവാ. തുടങ്ങാം. കുറേ അധികം +2 സ്റ്റുഡൻസ് ജീവിതം തന്നെ മടുത്തു. അവരുടെ വീടൊരു വീടേ അല്ല, ശരിക്കും ഒരു പ്രഷർ കുക്കറാണ്. പേരൻസ് കാറുന്നു, സിബ്ലിങ്സ് ഫൈറ്റ് ചെയ്യുന്നു, നശിച്ച കലവില്ല. ഒന്നും പോരാഞ്ഞിട്ട് വീട്ടുകാർ പറയുന്ന പണികൾ നിങ്ങൾ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് മാർക്ക് വരുമ്പോഴോ പേരൻസ് എന്താ പറയുന്നത് നിനക്ക് തന്നെ അറിയാം. ഇതെല്ലാം ഒറ്റയടിക്ക് സോൾവ് ആക്കാൻ പറ്റും. ഇതാണ് ആരും നിങ്ങളോട് പറയാത്ത സത്യം. പേരൻസിന് നിങ്ങൾ എന്തോരം പഠിച്ചാലും വിശ്വാസമാകത്തില്ല. നിങ്ങൾ ഉഴപ്പമാണെന്നേ അവർ പറയത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നിങ്ങൾ പ്രൂഫ് കാണിച്ചാൽ അവർ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് കൺമുന്നിൽ കാണാൻ പറ്റും. നേരത്തെ എഴുന്നേക്കുന്നത്, ഓൺലൈൻ ട്യൂഷൻ വീഡിയോ കാണുമ്പോൾ എഴുതി പഠിക്കുന്നത്, ക്ലാസ്സിലെ ടെസ്റ്റ് മാർക്ക് കാണിക്കുന്നത്. നമ്മുടെ ബാച്ചിലുള്ള പിള്ളേർക്ക് കൊടുത്ത ഫുൾ A+ സിസ്റ്റത്തിൻ്റെ 1% പോലും ഇതില്ല. ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. അടുത്ത് ഞാൻ പറയാമെന്ന കാര്യം, ഏത് ഡിസിപ്ലിൻ കുട്ടിയുടെയും A+ തൊലയ്ക്കും. Point 2. ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നിങ്ങൾ നല്ല ഫ്ലോയിൽ പഠിക്കാൻ തുടങ്ങുക, നല്ലൊരു മോട്ടിവേഷനൊക്കെ വരുന്നുണ്ട്. അപ്പം കേൾക്കാം ഒരു കാർച്ച, മോളെ ഈ ചെറിയ പണി ചെയ്തിട്ട് നീ പോയി പഠിച്ചോന്ന്. ഏറ്റവും വലിയ ഡേഞ്ചറാണിത്. നിങ്ങൾ പണി ചെയ്തില്ലെങ്കിൽ അതും പറഞ്ഞ് നിങ്ങളുടെ സൂര്യ അവർ കെടുത്തും. ഇനി പണി ചെയ്താലോ നിങ്ങൾ പഠിക്കുന്ന സമയം ആ ഫ്ലോ സ്റ്റേറ്റും അങ്ങ് തൊലഞ്ഞു കിട്ടും. ഇത് മാത്രം മതി A+ കളയാൻ. അതെന്നാ, പഠിക്കുന്ന ഫ്ലോ സ്റ്റേറ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ 3 മടങ്ങ് കൂടുതൽ എനർജി വേണം. അതുമാത്രം പോരെ എല്ലാം തൊലയാൻ. ഈ ഒറ്റ വെപ്പൺ സെന്റൻസ് ഉപയോഗിച്ചാൽ മതി, അവർ മിണ്ടാതിരുന്നോളും. സോപ്പ് ഇട്ടുകൊണ്ട് പറയുക, അമ്മേ ഞാൻ ഈ ഭയങ്കര പാടമുള്ള സാധനം പഠിക്കുക, ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞ് മൊത്തം കുളമാവും, അത് കഴിഞ്ഞ് ഞാൻ വന്ന് ചെയ്യാം. നീ A+ അടിക്കുന്നുണ്ട്, പൊട്ട തെറ്റൊന്നും ചെയ്ത് തൊലയ്ക്കല്ലേ. നമ്മുടെ ബാച്ചിനെ പറ്റി അറിയാൻ ഈ വീഡിയോ കൊണ്ട് നോക്കുക. പേരൻസുമായിട്ട് വഴക്കുണ്ടാക്കി മനസമാധാനം മൊത്തം തൊലയ്ക്കുന്ന ആളാണോ നീ? എങ്കിലും ശ്രദ്ധിക്കുക. Point 3. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പേരൻസ് എന്തേലും പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ പോലും അവർ നിന്നെ തെറി പറയും. ഇനി നമ്മൾ എന്തേലും പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ പോയാലോ അവരതിൻ്റെ 10 ഇരട്ടി തിരിച്ച് നിന്നോട് പറയും. ആ ദിവസം മൊത്തം അങ്ങനെ നശിക്കും. ഞാൻ ഇനി പറയാമോ, നീ 5 സെക്കൻഡ് കാം ട്രിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ഒറ്റ കാര്യം മതി എല്ലാം തൊലയാൻ. ആദ്യം വഴക്കുണ്ടാക്കുമ്പോൾ ബ്രീത്ത് ചെയ്യുക, 5 സെക്കൻഡ് ആലോചിക്കുക. ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ അടിയും വഴക്കും കൂടുവോ അതോ കുറയുവോ? അത് കുറയുമെങ്കിൽ മാത്രം സോപ്പിടുന്ന പോലെ പേരൻസിനോട് പറയുക. ഇല്ലെങ്കിൽ ശരി ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞ് പേരൻസിനോട് പറയുക. തീർന്നു, പീസ്ഫുൾ. A+ മേടിക്കാൻ നീ ഇത്ര പ്രശ്നം അനുഭവിക്കേണ്ട ഒരാവശ്യമില്ല. നിനക്ക് വേണ്ടി കംപ്ലീറ്റ് സിസ്റ്റങ്ങൾ നമ്മുടെ ബാച്ചിലുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. വീട്ടിൽ എത്ര ശ്രമിച്ചിട്ടും വീട്ടുകാർ കലബല സൗണ്ട് വെച്ച് നിങ്ങൾ പഠിക്കുന്ന സമയം മൊത്തം തൊലയ്ക്കുവാണോ? ഒറ്റ യൂട്യൂബ് സെർച്ച് കൊണ്ട് അത് മൊത്തം സോൾവ് ആക്കാം. 100% പീസ് ഇൻസ്റ്റൻ്റ്ലി. Point 4. സത്യം പറ, നിങ്ങളുടെ വീട് 90% ഒച്ചയും ബഹളവും എല്ലാം ആയിരിക്കും. വീട്ടുകാർ മിണ്ടുന്നു, കാർന്നു, TV, ഫോണ് എല്ലാം. ഇതെല്ലാം സൈലൻ്റ് ആകാൻ കാത്തിരുന്നാൽ നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ബ്രൗൺ നോയ്സ് ഷീൽഡ് ഉപയോഗിക്കുക. യൂട്യൂബിൽ ബ്രൗൺ നോയ്സ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. അത് കേട്ടോണ്ടിരുന്ന ഒരു ചന്തയുടെ നടുക്ക് പോയിരുന്നു പഠിച്ചാലും മൊത്തം പീസ്. ഈ ഒരു ഒറ്റ ഹാക്ക് നമ്മുടെ ബാച്ചിലെ കുറേ കുട്ടികളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് വേണേ പോയി നോക്കുക. നിങ്ങൾക്കറിയാവോ, നിങ്ങളുടെ പേരൻസ് ചിലപ്പോൾ പറയുന്ന ഈ ഒറ്റ സെൻറ്റൻസ് കൊണ്ട് നിങ്ങളുടെ മനസ്സ് മൊത്തം അവർ പൊട്ടിച്ച് കളയും. എന്തിനാ ജീവിക്കുന്നതെന്ന് വരെ നിങ്ങൾക്ക് തോന്നും. Point 5. ശ്രദ്ധിക്കുക. ആ ബെൻസ് ടീച്ചർ കൊച്ചുണ്ടല്ലോ, ഒറ്റയ്ക്ക് സിമെൻറ്റും കമ്പിയും എല്ലാം കൊണ്ടുവന്ന് അവരുടെ 10 നില വീട് ഒരാഴ്ച കൊണ്ട് പണിത് കഴിഞ്ഞ് കിണറ്റിൻ്റെ ഏറ്റവും അടി കിടന്ന് മിന്നാമിനിങ്ങനെ പിടിച്ച് പ്ലാസ്റ്റിക് കവറിലിട്ട് അതിൻ്റെ വട്ടത്തിൽ പഠിച്ച് 103% മാർക്ക് മേടിച്ച് IAS ആയി. എനിക്കിവിടെ ഒരു ചെറിയ കാര്യം പറയാൻ നിൻ്റെ മാർക്ക് അങ്ങ് പൊഴിഞ്ഞു പോകും അല്ലേ? ചിരി വരുന്നുണ്ടോ? ഇവിടെ ഇപ്പം ഞാൻ എന്നാ പറയുന്നറിയോ, ഇത് നിങ്ങളുടെ മനസ്സിൽ കുത്തിക്കെട്ടുന്ന ലിറ്ററൽ വിഷമാണ്. ഇതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. സബ് കോൺഷ്യസ് ആയി നീ ഈ ചെയ്യുന്ന കമ്പാരിസൺസിൻ്റെ ചെറിയ ഭാഗങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. അതുമതി എല്ലാം തൊലയാൻ. എന്നാൽ ഈ ഒറ്റ ലൈൻ അവരോട് പറഞ്ഞാൽ ഇത് ഒരിക്കലും അവർ ചെയ്യില്ല. നിങ്ങളുടെ അച്ഛനാണോ അമ്മയാണോ ആരാണോ നിങ്ങളോട് കുറച്ച് സ്നേഹവും ദയവും കൂടുതലുള്ള അവരോട് ഇത് പറയുക. നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്നൊക്കെ എനിക്ക് തോന്നുക. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചോളാം, എന്ത് വേണം ചെയ്തോളാം. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കരയുകയും ചെയ്യാം. കാരണം ഇമോഷൻ ഓവർ റൈഡ്സ് ലോജിക്. അവരൊരിക്കലും ഈ കമ്പാരിസൺ റിപ്പീറ്റ് ചെയ്യത്തില്ല. ശരി, വീട്ടിൽ ഫുൾ സപ്പോർട്ടും ശാന്തിയും എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുക. നീ എത്ര വലിയ പഠിപ്പിയാണെങ്കിലും ഹാർഡ് വർക്കർ ആണെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന 4 ബ്രെയിൻ റീവയറിങ് ടെക്നീക്സ്
ഇത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നിന്റെ സ്വന്തം മനസ്സ് തന്നെ A+ ജേണിയെ ഭയങ്കര ഇമ്പോസിബിൾ ആക്കും. നിനക്കും കുറേ പ്രാവശ്യം ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പോയിന്റ് 6, നാളെ നിനക്ക് പരീക്ഷ മാത്തമാറ്റിക്സിന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മാത്സ് അല്ല പഠിക്കണ്ടേ. എന്നാൽ നിന്റെ ഈ ബുദ്ധിയില്ലാത്ത ടീച്ചർമാർ നിന്റെ മാർക്ക് മൊത്തം തൊലയ്ക്കും. എന്താന്ന് വെച്ചാൽ നാളെ കെമിസ്ട്രിയുടെ ടെസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചറിനെ പേടിച്ചുകൊണ്ട് നീ അറിഞ്ഞുകൊണ്ട് ഈ മാത്സിന്റെ മാർക്ക് തൊലയ്ക്കും. ഇങ്ങനെ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഫുൾ ലൈഫും ഇങ്ങനെ തന്നെ സംഭവിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാതെ പേടികൊണ്ട് നിങ്ങൾ വേറെന്തെങ്കിലും ചെയ്യും. ഇത് ഇപ്പം തന്നെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ വലിയ ആപത്താണ്. ഒറ്റ ദിവസം കൊണ്ട് നിനക്കിത് മാറ്റാം. ഞാൻ ഇനി തരാൻ പോകുന്നു അതേപടി ഫോളോ ചെയ്യുക. ഫസ്റ്റ് ഡേ തന്നെ റിസൾട്ട് വരും. 1, മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ ഡെയിലി മെഡിറ്റേഷൻ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ അഡിക്ഷനും ഡിസ്ട്രാക്ഷനും എല്ലാം ഉണ്ടോ അതെല്ലാം മാറ്റുക. മൈൻഡ് സ്ട്രോങ് ആയിരിക്കണം. 2, ബോഡി സ്ട്രോങ് ആക്കാനും നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും വേണ്ടി ഡെയിലി വർക്കൗട്ട് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ പേടി തന്നെ നിന്റെ ജീവിതം തൊലച്ച് കളയും. 3, പ്രോഗ്രസ് ട്രാക്ക് ചെയ്ത് അതനുസരിച്ച് മുന്നേറുക. ഇതിൻ്റെ മൊത്തം അൾട്രാ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മുടെ ബാച്ച് പറയുന്നുണ്ട്, പോയി നോക്കുക. അടുത്ത പോയിന്റാണ് നിങ്ങൾ അന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ആഗ്രഹിച്ച ഒന്നും നടന്നുമില്ല അങ്ങനെ പറഞ്ഞ് നിങ്ങൾ നെഞ്ചും പൊട്ടി ചത്ത് ജീവിക്കുന്നതിൽ നിന്ന് നിങ്ങൾ 5 സെക്കൻഡ് രക്ഷിക്കാൻ പോകുന്നത്. പക്ഷേ ഇത്രയും ഡേഞ്ചറസ് റിഗ്രറ്റ് എങ്ങനെ വരാനാ? ഇമാജിൻ ചെയ്യേ, ഫൈനൽ എക്സാം കഴിഞ്ഞ് നിങ്ങൾ വെബ്സൈറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക. B ഗ്രേഡ് ഉണ്ട്. അപ്പം തന്നെ 2 പ്രേതം ഫ്രണ്ടി വരുന്നതായിട്ട് ആലോചിക്കുക. ഒന്ന് നിങ്ങളുടെ പാസ്റ്റ് സെൽഫ്, വേറൊന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ്. അവർ 2 പേരും നിന്നോട് ചോദിക്കുക, നിനക്ക് കുറച്ചും കൂടെ കഷ്ടപ്പെടായിരുന്നില്ലേ? ഒന്ന് ചിന്തിച്ച് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാമായിരുന്നില്ലേ? നിന്റെ ചെറുപ്പത്തിലെ ആഗ്രഹങ്ങൾ ഒന്നും നടന്നില്ല. അവരോട് 2 പേരോട് നീ എന്നാ പറയും? ഈ വലിയ ഫ്യൂച്ചർ റിഗ്രറ്റ് ഒറ്റയടിക്ക് സോൾവ് ആക്കാൻ ഈ 5 സെക്കൻഡ് ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് മടി തോന്നുന്ന ഓരോ നിമിഷവും കണ്ണടച്ച് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യം എൻ്റെ ഫ്യൂച്ചർ സെൽഫും പാസ്റ്റ് സെൽഫും കണ്ടാൽ അവരെന്ത് പറയും? നിനക്ക് തന്നെ കൃത്യം മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്ന്. ഇതേപോലെ നിങ്ങളുടെ A+ കളയുന്ന കുറേ ഡേഞ്ചറസ് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് രക്ഷിക്കാൻ വേണ്ടി എല്ലാ മെറ്റീരിയൽസ് ഹെൽപ്പ് നമ്മുടെ ബാച്ചിലുണ്ട്, പോയി നോക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നിങ്ങളുടെ മൈൻഡ് ബ്ലോ ചെയ്യും. പോയിന്റ് 8, ഇമാജിൻ ചെയ്യാം നിന്റെ പരീക്ഷയ്ക്ക് മാർക്ക് ലോ ആയ പേരൻസും ടീച്ചേഴ്സും എല്ലാവരും വഴക്ക് പറയും. നിന്റെ കോൺഫിഡൻസും ഹോപ്പും മൊത്തം നശിപ്പിക്കും. നിനക്ക് തോന്നുന്നു A+നുള്ള ഒരു ചാൻസ് പോലും ഇല്ലെന്ന്. എന്നാൽ ശ്രദ്ധിക്കേ, ഇങ്ങനെയാണ് A+ ലെവൽ ടോപ്പേഴ്സ് ഉണ്ടാകുന്നത്. ഗെയിമുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഒരു ലെവൽ തോറ്റാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസും കോയിൻസുകളും കിട്ടും. അതേപോലെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മാർക്സ് ലോ ആയാലും നിങ്ങൾക്ക് XP കിട്ടും. അതെങ്ങനെ? +10 സ്ട്രെസ് ഹാൻഡ്ലിംഗ്, +3 മെമ്മറി, +5 സ്പീഡ്, +5 നോളജ്. സംഭവം മനസ്സിലായില്ലേ? അതുപോലെ അടുത്ത എക്സാമ്പിൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നിങ്ങളുടെ SP കുറച്ച് കൂടിയതുകൊണ്ട് ഗെയിം പോലെ തന്നെയാണ് റിയൽ ലൈഫിലൂടെ വർക്ക് ചെയ്യുന്നത്. എക്സാക്ട് സെയിം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ XP സിസ്റ്റത്തിനെ മൊത്തം മുതലെടുക്കാനും ഓരോ ആഴ്ചയിലും ക്യാഷ് പ്രൈസ് വരെയുണ്ട് നമ്മുടെ ബാച്ചിൽ, പോയി നോക്കുക. നിങ്ങൾ ചിലരെ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ നടന്നാലും അവർക്ക് മോട്ടിവേഷൻ ആയിരിക്കും. നിന്റെ ഉള്ളിലും അതുണ്ട്. അതെങ്ങനെ റെഡിയാക്കാന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. 10 മിനിറ്റിൽ അതേപോലെ എങ്ങനെ ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്ലോറി പ്ലസ് പെയിൻ പ്രോട്ടോകോൾ ചെയ്യാം. 2 കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ ചീത്തക്കാര്യം നടക്കുമെന്ന് നല്ല പോലെ ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക. 2, ഇനി നേരെ ഓപ്പോസിറ്റ്, നല്ല മാർക്ക് കിട്ടിയാൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് അതും നോക്കുക. ലാസ്റ്റ് മെയിൻ അൺസ്കിപ്പബിൾ ട്രൂത്ത് പറയാൻ പോവാ. ശ്രദ്ധിച്ച് ചിന്തിക്കുക. നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും A+ മാർക്കിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. ടിപ്സ്, നോട്ട്സ്, ഓൺലൈൻ ഓഫ്ലൈൻ ട്യൂഷൻ, ഇതിൽ എന്തെങ്കിലും വർക്കായിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഫുൾ A+ കണ്ടിരുന്നതന്നെ എല്ലാ പരീക്ഷയിലും. എന്നാൽ അതില്ല, അതാണ് സത്യം. ഈ വീഡിയോയിൽ ഞാൻ 1% കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഇൻസ്റ്റന്റ് പീസ്, മോട്ടിവേഷൻ ആൻഡ് കൺട്രോളിന് വേണ്ടിയുള്ളത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. A+ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇതേ കാര്യങ്ങളുടെ 100 മടങ്ങ് പവർ. അതാണ് നമ്മുടെ +2 ഫുൾ A+ ബാച്ച്. ഒന്ന് നോക്കുക. നീ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഈ കാര്യത്തിൽ സീരിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ വന്ന 30 സെക്കൻഡുകളൊന്ന് കേട്ട് നോക്ക്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉഴപ്പിയാൽ പോലും ഈസി ആയിട്ട് കുറഞ്ഞ ടൈമിൽ ഉറപ്പായിട്ടും +2 ഈ ഓണം എക്സാമിന് 30% എങ്കിലും മിനിമം നിങ്ങളുടെ മാർക്ക് കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ തന്ന പൈസ മൊത്തം റിട്ടേൺ അപ്പം തന്നെ പറയുന്ന അക്കൗണ്ടിലോട്ട്. ഒരാഴ്ചയിൽ 5 പേർക്ക് മാത്രം അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനുമായിട്ടുള്ള കോള് വേഗം ബുക്ക് ചെയ്യുക. മണി ഗ്യാരണ്ടി ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് മാത്രമേ ഉള്ളൂ.